സ്ക്വയർ നമ്പേഴ്സിനെ പറ്റിയാണ്. എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, സ്ക്വയർ നമ്പേഴ്സ് 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് നിങ്ങൾ ബൈഹാർട്ടാക്കണം. അങ്ങനെ ബൈഹാർട്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് മെച്ചമുണ്ട്. 2-3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. 1 മുതൽ 10 വരെ മാത്രം പഠിച്ചാൽ പോരാ, 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പേഴ്സ് ആണ് കാണാതെ പഠിക്കേണ്ടത്. നോട്ട് ബുക്കിൽ അതൊരു ടേബിൾ വരച്ചിട്ട് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, 1 into 1 ആണ് 1. 2 സ്ക്വയർ എത്രയാണ്? 2 സ്ക്വയർ 4. 3 സ്ക്വയർ അതായത് 3 into 3 9. അങ്ങനെ 16, 25, 36, 49, 64, 81, 100. അപ്പൊ ആദ്യത്തെ 10 ഒരു വരിയില്, അടുത്ത വരിയില് 121, അടുത്തത് 144. നിങ്ങൾ എന്താ മിണ്ടാത്തത്? പറയും. 169, 196, 225, 256, പിന്നെ 289, 324, 361, 400. അടുത്ത വരി 441, 484, 529, 576, 625, 676, 729, 784, പിന്നെ 841, 900. ശരി, മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഇത് പഠിക്കാനുള്ള കുറെ എളുപ്പമാർഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മൈക്ക് മ്യൂട്ട് ചെയ്യുക. പഠിക്കാൻ കുറച്ച് എളുപ്പമാർഗങ്ങൾ. ഈ 12ന്റെ സ്ക്വയർ എത്രയാണ്? 144 ആണ്. 12 തിരിച്ചിട്ടാൽ 21, അതിന്റെ സ്ക്വയർ ഈ 144 തിരിച്ചിട്ടാൽ ഉണ്ടാവുന്ന 441 കൊടുക്കാം. 13 ഉണ്ട് ആ പ്രത്യേകത. 13ന്റെ സ്ക്വയർ 169. 13 തിരിച്ചിട്ടാൽ 31 ആണ്. ആരോ മൈക്ക് ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് കംപ്ലീറ്റ് മ്യൂട്ട് ചെയ്യട്ടെ, എന്നാലേ നടക്കും. ശരി, മുഹമ്മദ് റിഷാദ് ഞാൻ കാണുന്നില്ല. മുഹമ്മദ് റിഷാദ് ഇന്ന് വീഡിയോ ഓൺ ചെയ്തിട്ട് പെട്ടെന്ന് ഒഴിവാക്കും. പെട്ടെന്ന് കിട്ടുന്നില്ല. 31ന്റെ സ്ക്വയർ ഇതൊന്ന് തിരിച്ചിട്ടാൽ 960. ഇനി ഇവിടെ വേറൊരു പ്രത്യേകത, ഈ 441 841 തമ്മിലുള്ള ഡിഫറൻസ് 400ന്റെ ഡിഫറൻസ് ആണ്. 441ന്റെ കൂടെ 400 കൂട്ടിയിട്ടാണ് 841 കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ 21ന്റെ സ്ക്വയർ ആണ് ഈ എഴുതിയത്. ഈ എഴുതിയത് 29ന്റെ സ്ക്വയർ ആണ്. അവര് തമ്മിലുള്ള കണക്ഷൻ 400. 484 784 തമ്മിലുള്ള ഡിഫറൻസ് അവിടെ 300 ആണ്, 300 ആണ്. അതേപോലെ 529 729 200 ആണ്. 576 676 100 ആണ്. ഈ രീതിയിൽ നിങ്ങൾക്കത് പഠിച്ചു വെക്കാം. ഇവര് തമ്മിലുള്ള കണക്ഷൻ നോക്കിയിട്ട്
അങ്ങനെ ഓരോന്നും മനസ്സിലാക്കുന്ന സമയത്ത് ഇത് വലിയ പ്രശ്നമൊന്നും നിൽക്കില്ല. 30ന്റെ സ്ക്വയർ 900 എന്നറിയാം, 20ന്റെ 400 അറിയാം, ആദ്യത്തെ 10 എന്തായാലും നിങ്ങൾക്കറിയാം. അപ്പം ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് കാണാതെ പഠിക്കേണ്ട സംഭവം കാണാതെ തന്നെ പഠിക്കണം. USSന്റെ പരീക്ഷയ്ക്ക് 2-3 മാർക്ക് കുറഞ്ഞിട്ട് USS നഷ്ടപ്പെടുന്ന കുട്ടികളോട് എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും: ആദ്യത്തെ 25 പ്രൈം നമ്പർ നിങ്ങൾ കാണാതെ പഠിച്ചോ എന്ന് ചോദിക്കും. 1 മുതൽ 30 വരെയുള്ള സ്ക്വയർ നമ്പർ നിങ്ങൾ കാണാതെ പഠിച്ചോ എന്ന് ചോദിക്കും. ഇതിന് തൃപ്തികരമായ മറുപടി അല്ല അവർ പറയുന്നതെങ്കിൽ അവർക്ക് USS ലഭിക്കില്ല. അതുകൊണ്ട് ഇതൊരു ടേബിളിൽ എഴുതി വെക്കുക, പഠിക്കുന്ന റൂമിൽ തന്നെ അത് സൂക്ഷിക്കുക, എപ്പോഴും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. എന്തിനാണ് ഇത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു മത്സര പരീക്ഷയ്ക്ക് ഒരിക്കലൊരു ചോദ്യം വന്നു. ചോദ്യം ഇതായിരുന്നു: 441 ഓപ്ഷനാണ് 529, 576, 676. ഇതിലേതാണ് ഗ്രൂപ്പിൽ പെടാത്തത് എന്നായിരുന്നു ചോദ്യം. മൈക്കിപ്പോൾ ഓണാണ്, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏതാണ് ഗ്രൂപ്പിൽ പെടാത്തത്? അതേ സമയത്ത് ഈ ചോദ്യം ഞാൻ മറ്റൊരു രാജ്യത്തിൽ ചോദിക്കുന്നു. എങ്ങനെയാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 3 ഫാക്ടേഴ്സ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് 3 ഘടകങ്ങൾ മാത്രമുള്ളത്? ഇതിൽ 3 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് സംഖ്യയാണ് സെലക്ട് ചെയ്യുക? ആ ചോദ്യം നിങ്ങൾക്കും എഴുതിയെടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് 3 ഫാക്ടേഴ്സ്? 3 ഘടകങ്ങളുള്ള സംഖ്യ ഇതിലേതാണ്? 3 ഘടകങ്ങളുള്ള സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുന്ന മറുപടി എന്താണ്? മുഹമ്മദ് റഷാദ്, ഇതിൽ 3 ഘടകങ്ങളുള്ള സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? 529. 529 ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അത് 529 സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് റഷാദിന്റെ മൈക്ക് ഇപ്പോൾ റെഡി ആയി. 529 സെലക്ട് ചെയ്യാൻ കാരണം 529 എന്ന സംഖ്യ 23ന്റെ സ്ക്വയറാണ്. അപ്പോൾ ഇതെല്ലാം സ്ക്വയർ നമ്പേഴ്സ് ആണ്. അതിൽ 23ന്റെ സ്ക്വയർ ആവുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കും. അപ്പൊ 23 എന്ന സംഖ്യ പ്രൈം നമ്പറാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൈം നമ്പറും സ്ക്വയർ നമ്പറും കാണാതെ പഠിക്കണം എന്ന് പറഞ്ഞത്. ഈ തന്നിരിക്കുന്ന 441 21ന്റെ സ്ക്വയർ ആണെന്നും 529 23ന്റെ സ്ക്വയർ ആണെന്നും 576 24ന്റെ സ്ക്വയർ ആണെന്നും 676 26ന്റെ സ്ക്വയർ ആണെന്നും അതറിഞ്ഞാൽ മാത്രം പോരാ, അതിൽ കാണുന്ന ഈ 23 എന്ന സംഖ്യ ഒരു പ്രൈം നമ്പർ ആണെന്നും കൂടി ആ കുട്ടി തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞത് 2, 3, 5, 7, 11, 13 എന്നീ കാണുന്ന 97 വരെയുള്ള ആദ്യത്തെ 25 അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് കാണാതെ പഠിക്കണമെന്ന്. നിങ്ങളത് പഠിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ സ്ക്വയർ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. ആദ്യം നമുക്ക് സ്ക്വയർ നമ്പേഴ്സായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 ചോദ്യങ്ങൾ പരിചയപ്പെടാം.
അതിനുശേഷം അതിനെപ്പറ്റി വിശദമായിട്ട് എടുക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ചോദ്യം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 39 സ്ക്വയർ പ്ലസ് 39 പ്ലസ് 40 എത്രയാണ്? 40 തന്നെയാണ്. അവസാനം ഈ 40 ആയിരിക്കും ഉത്തരം. ഒരു പരീക്ഷയ്ക്ക് ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 39നേക്കാളും ചെറിയ ഒരു സംഖ്യ എടുത്ത് ചെയ്തു നോക്കിയാൽ മതി. ഉദാഹരണത്തിന് 10ൽ താഴെയുള്ള ഒരു സംഖ്യ എടുക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 4 അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 9 ആണ്. 9ന്റെ 3 കൂട്ടിയാൽ 12 ആണ്. അതിന് കൂടെ 4 ആഡ് ചെയ്താൽ നമുക്ക് 16 കിട്ടും, 16 കിട്ടും. ആ 16ന്റെ സ്ക്വയർ റൂട്ട് 4 ആകും. ആ 4 നമ്മൾ ഈ അവസാനം കാണുന്നത്. അപ്പം ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ അവസാനം കാണുന്ന ഈ സംഖ്യ എഴുതി കൊടുത്താൽ മതി. സ്ക്വയർ കാണാനൊന്നും പോകണ്ട. രണ്ടാമത്തെ സ്ക്വയർ നമ്പേഴ്സിന്റെ ഒരു ചോദ്യം ഞാൻ തരികയാണ്. അതൊന്നും നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ എഴുതി വെക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, എഴുതിക്കോളൂ. ഞാൻ പറഞ്ഞു തരാം. ഇംഗ്ലീഷിൽ പറയാം, മലയാളത്തില് പറയാം, രണ്ടിലും പറയാം. അതില് ഇംഗ്ലീഷ് മീഡിയം മാത്രം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം, മലയാളം ഞാൻ പറയുകയും ചെയ്യാം. ഓക്കെ ആണോ എല്ലാവരും? ഹലോ, ഓക്കെ ആണോ? അപ്പോൾ ഇന്ന് പങ്കെടുത്ത സ്കൂളുകളുടെ പേരൊന്ന് ഞാൻ വായിക്കുന്നുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾ ഒരാളെങ്കിലും അറ്റൻഡൻസ് ഒന്ന് പറയുക. BM ഗേൾസ് ഉണ്ട്. പ്രോവിഡൻസ് ഗേൾസ്, പിന്നെ തൃശ്ശൂര് ചേർപ്പ് സ്കൂളിലെ കുട്ടികൾ, തൃശ്ശൂര് കോടന്നൂർ UPയിലെ കുട്ടികൾ ഉണ്ട്. ശരി ശരി, ഇനി മൈക്ക് മ്യൂട്ട് ചെയ്തോളൂ. മുഹമ്മദ് റഷാദ്, ഇപ്പൊ കേൾക്കാമോ? ഞാൻ മറ്റുള്ള കുട്ടികൾ പിന്നീട് വായിക്കാം. മുഹമ്മദ് റഷാദ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ്. അടുത്ത സ്ക്വയർ നമ്പേഴ്സിന്റെ ചോദ്യമാണ്. നിങ്ങൾ വന്നിരിക്കുന്ന സ്കൂൾ ക്രമേണ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, ഞാൻ നോക്കി മനസ്സിലാക്കാം. അടുത്ത ചോദ്യം, സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 7744. What is the square of twice the number? അതിന്റെ ആൻസർ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. Square of a number is 7744. 7744. What is the square of twice the number? കുട്ടികൾക്ക് ടൈപ്പ് ചെയ്യാം. മുഹമ്മദ് റഷാദ്, കുട്ടികൾ ആരെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല സാറേ. ഇല്ല. അപ്പൊ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. ആരും ടൈപ്പ് ചെയ്തിട്ടില്ല. ടൈപ്പ് ചെയ്യുന്ന സ്കൂളിന്റെ പേര് മാത്രമേ ഉള്ളൂ. ഈ ചോദ്യം അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. 15,000 ആണ് ടൈപ്പ് ചെയ്യുന്നത്. ഞാനിവിടെ കാണുന്നുണ്ട് 15,000 എന്നല്ല. ശരി, അപ്പൊ ഒരാൾ ഗുണിക്കണം എഴുതി കാണിച്ചിട്ടുണ്ട് അല്ലേ? സാർ. ശരി, എന്തെങ്കിലും ആട്ടെ, നമുക്ക് ആ ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യത്തിന് മറുപടി തരാം. അതിനു മുമ്പ്
7744 എന്ന സംഖ്യ, ആ സ്ക്വയറിന് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ആ സ്ക്വയറിൽ ആദ്യം തന്നെ 2 7, അവസാനം 2 4. അപ്പൊ നമുക്ക് 4 അക്ക സംഖ്യകളിൽ അപൂർവമായി കിട്ടുന്ന ഒരു സ്ക്വയർ നമ്പറാണ് 7744 എന്നത് കൂട്ടത്തിൽ ഓർപ്പിച്ചത് മാത്രം. ഇവിടെ ഇത്തരം ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ ഹാളിൽ നിന്ന് അതിന്റെ ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ സംഖ്യ എടുത്തിട്ട് ചെയ്തു നോക്ക്. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 10ൽ താഴെയുള്ള ഒരു സംഖ്യ എടുത്തിട്ട് അതിന്റെ സ്ക്വയർ കാണും. ഇപ്പൊ 3ന്റെ സ്ക്വയർ 9 ആണ്. സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 9. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ? 3ന്റെ ഇരട്ടിയാണല്ലോ 6. 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 6 ആണ്. അപ്പോൾ 6ന്റെ സ്ക്വയർ എത്രയാ നോക്കാം. അത് 36 ആണ്. അപ്പൊ ഇവിടെ 9 36 മാറുകയാണ് ഉണ്ടായത്. ഒരു സംഖ്യ എടുത്തു നോക്കാം. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 25 ആണ്. 5ന്റെ ഇരട്ടിയായ 10 ട്വൈസ് ഓഫ് 5. ആ 10ന്റെ സ്ക്വയർ നിങ്ങൾക്കറിയാം 100 ആണ്. ഇവിടെ 25നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 100 ആയതെന്നും 9നെ 4 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 36 ആയതെന്നും നിങ്ങൾക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് 7744. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ട്വൈസ് ദ നമ്പർ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ 9നെ നിങ്ങൾ 4 കൊണ്ട് ഗുണിച്ചു, 25നെ 4 കൊണ്ട് ഗുണിച്ചാൽ അതേപോലെ ഈ 7744നെയും 4 കൊണ്ട് ഗുണിക്കണം. എത്രയാ മുഹമ്മദ് റഷാൻ 7744നെ 4 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുക? 30,976. അപ്പൊ നമ്മുടെ ആൻസർ 30,976 ആണ്. അതാണ് എഴുതി വെക്കുക. ശരി, അടുത്ത സ്ക്വയർ നമ്പറിന്റെ ഭാഗത്തേക്കൊന്ന് പോകാം. സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം. അതിൽ പ്രധാനമായിട്ട് ഇനി വരാൻ നിങ്ങൾക്കുള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ? താഴെ കൊടുത്തിരിക്കുന്നതിൽ പൂർണ്ണവർഗ സംഖ്യ ഏത് എന്ന ചോദ്യം ചോദിക്കും. അത് ചെറിയ സംഖ്യകൾക്കാണെങ്കിൽ നിങ്ങൾ പറയും, വലിയ സംഖ്യ ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗത്തെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിലേക്ക് പൂർണ്ണവർഗ സംഖ്യകള് 1, 4, 9, 16 അങ്ങനെ 30 വരെയൊക്കെ നിങ്ങൾ പഠിക്കും. അല്ലെങ്കിൽ 900 വരെയുള്ളത് നിങ്ങൾ പഠിക്കും. 30ന്റെ സ്ക്വയർ ആയ 900 വരെ നിങ്ങൾ പഠിക്കും. അപ്പൊ ആ 900 വരെയുള്ളത് നിങ്ങൾ പഠിക്കും, ഞാൻ വിശ്വസിക്കും. അതേ സമയത്ത് നമുക്ക് പൂർണ്ണവർഗ സംഖ്യ ഏത് എന്ന് കണ്ടെത്താൻ ഇങ്ങനെയൊക്കെയാ ചോദ്യം വരുന്നെങ്കിലോ 15,268, 15,129, 15,300, 15,687. ഇതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണവർഗ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തിയിട്ട് പരീക്ഷ ഹാളിൽ നിന്ന് മറുപടി കൊടുക്കുക? അതാണ് എനിക്കറിയേണ്ടത്. എങ്ങനെ കണ്ടെത്തും? അതിനെപ്പറ്റിയാണ് ഇന്ന് പഠിക്കുന്നത്. അതിന് നിങ്ങൾക്കൊരു ഹെഡിങ് എഴുതി വെക്കാം സൈഡായിട്ട്. ആ ഹെഡിങ് സൈഡായിട്ട് എഴുതി വെക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്: ഹൗ ടു ഫൈൻഡ് പെർഫെക്റ്റ് സ്ക്വയർ. എങ്ങനെ
ഒരു പൂർണ്ണവർഗ സംഖ്യ കണ്ടെത്താം. ഹൗ ടു ഫൈൻഡ് പെർഫെക്റ്റ് സ്ക്വയർ. ഞാൻ ഷോർട്ടായിട്ടാണ് എഴുതിയത്. എങ്ങനെ ഒരു പൂർണ്ണവർഗ സംഖ്യ കണ്ടെത്താം. അപ്പൊ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ 4 ഓപ്ഷനിൽ ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ? മൈക്ക് ഓൺ അല്ലേ മുഹമ്മദ് റഷാദ്? ഇപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആരും മറുപടി പറയാത്തത്? ഇതിലേതാണ് പൂർണ്ണവർഗ സംഖ്യ എന്ന് കുട്ടികൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫസ്റ്റ് ആണോ സാർ? ഓ, ഫസ്റ്റ് ആണോ ഉത്തരം? സെന്റ് ആഞ്ചലാസിലെ കുട്ടികൾ ഇതിലുണ്ടോ? ഞാൻ പേര് കണ്ടു, അതുകൊണ്ടാണ് ചോദിച്ചത്. ശരി, ഇതില് ഏതാണ് പൂർണ്ണവർഗ സംഖ്യ, ഏതാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് കണ്ടെത്താൻ എന്താണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും? ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. ഓ, രണ്ടാമത്തെയാണോ? രണ്ടാമത്തതാണോ എന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീഹരി. ഏത് സ്കൂളാ? CNN. രണ്ടാമത്തതാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതിൽ മറ്റുള്ള കുട്ടികൾക്കൊന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ ഓപ്ഷൻസ് അങ്ങോട്ട് മാറ്റി വെക്കാം, അങ്ങോട്ട് വെക്കട്ടെ. ഇനി എങ്ങനെയാണ് പൂർണ്ണവർഗ സംഖ്യ കണ്ടെത്തുന്നതിന് ഏതെല്ലാം സ്റ്റെപ്പിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഇന്ന് തുടക്കമുള്ളത്. ഇതിന്റെ മുഴുവൻ എടുത്തു തീർക്കാൻ പറ്റില്ല, ഞാൻ തുടക്കം എടുത്ത മാത്രം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ. ഒരു പൂർണ്ണവർഗ സംഖ്യയുടെ അവസാനത്തെ ഡിജിറ്റ് ആയിട്ട് വരാത്ത ഒരു 4 ഡിജിറ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്കറിയാലോ, 1ന്റെ സ്ക്വയർ 1ആണ്. 9ന്റെ സ്ക്വയർ അവസാനിക്കുന്നതും 1ലാണ് എന്ന് പറഞ്ഞാൽ 81 അവസാനിക്കുന്നത് 1ലല്ലേ. 2ന്റെ സ്ക്വയർ 4ആണ്. 8ന്റെ സ്ക്വയർ അവസാനിക്കുന്നതും 4ലാണ് എന്ന് പറഞ്ഞാൽ 64ആണ്. 3ന്റെ സ്ക്വയർ 9ആണ്. 7ന്റെ സ്ക്വയർ അവസാനിക്കുന്നതും 9ലാണ്. ആരാണ് മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരാളെ മാത്രം വിളിക്കുന്നു, മറ്റുള്ള തൽക്കാലം മൈക്ക്. അപ്പോ സംസാരിക്കാൻ പറ്റുന്നവർക്ക് മറുപടി പറയാം. 3ന്റെ സ്ക്വയർ 9ആണ്. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49. അവസാനിക്കുന്നത് 9ലാണ്. ഇനി 4ന്റെ സ്ക്വയർ, ഈ സംഖ്യകളൊക്കെയാണല്ലോ ഏതെങ്കിലും സംഖ്യയുടെ അവസാനം വരിക. 4ന്റെ സ്ക്വയർ അവസാനിക്കുന്നത് 6ലാണ്. 6ന്റെ സ്ക്വയറും അവസാനിക്കുന്നത് 6ലാണ്. അപ്പൊ 6ന്റെ സ്ക്വയർ എത്രയാ? 36. 5ന്റെ സ്ക്വയർ അവസാനിക്കുന്നത് 5ൽ തന്നെയാണ്. 0ത്തിൽ അവസാനിക്കുന്ന സംഖ്യയുടെ സ്ക്വയർ അവസാനിക്കുന്നതും 0ത്തിലാണ്. എന്ന് പറഞ്ഞാൽ സ്ക്വയർ നമ്പറിന്റെ അവസാനത്തിൽ വരുന്ന ഡിജിറ്റ്സ് ആണ് ഞാൻ ഈ നടുക്കെഴുതിയത്. 0ത്തിൽ അവസാനിക്കാം എന്ന് പറഞ്ഞാൽ 100 പോലെയുള്ള സംഖ്യകൾ. 1ൽ അവസാനിക്കാം എന്ന് പറഞ്ഞാൽ 121 പോലെയുള്ള സംഖ്യകൾ. 4ൽ അവസാനിക്കാം എന്ന് പറഞ്ഞാൽ 64 പോലെയുള്ള സംഖ്യകൾ. 9ൽ അവസാനിക്കാം എന്ന് പറഞ്ഞാൽ 9ൽ അവസാനിക്കുന്നെന്ന് പറ, ഏതെങ്കിലും ഒന്ന് ഉണ്ടല്ലേ? 529. 6ൽ അവസാനിക്കാം എന്ന് പറഞ്ഞാൽ 36. 5ൽ അവസാനിക്കാം, ഏതും എടുക്കാം. 5ൽ അവസാനിക്കുന്നു 25 എടുക്കാം, 625 എടുക്കാം. അപ്പൊ ഇങ്ങനെ
ഈ പറഞ്ഞ സംഖ്യകളിലൊക്കെ അക്കങ്ങളിലൊക്കെയാണ് ഇത് അവസാനിക്കുന്നത്. അപ്പൊ എന്താ നോക്കിയോ, ഇതിലെ അവസാനിക്കാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ആ അവസാനിക്കാത്ത ഈ നടുക്കെഴുതിയ അക്കങ്ങളിൽ വരാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് ആണ് ഏതൊക്കെ? 2, 3 പറയൂ, നിങ്ങൾ പറയൂ, ഞാൻ മൈക്ക് ഓൺ ചെയ്യാം, നിങ്ങൾ തന്നെ മറുപടി പറയാം. മൈക്ക് ഓൺ ചെയ്യാത്ത എല്ലാവരും കൂടി ബഹളം വെച്ചിട്ടാണ്. 3, 7, 8. നിങ്ങൾ ഏത് നമ്പർ കണ്ടാലും ആദ്യത്തെ ചെക്കിംഗ് ആണ്. അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത് വേഗം ഒഴിവായി കളയലാണ്. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തത്, പൂർണ്ണവർഗമല്ലാത്തത് ആണ് ഇതിൽ 2-ലോ 3-ലോ 7-ലോ 8-ലോ അവസാനിക്കുന്ന സംഖ്യ ഉണ്ടോ എന്ന് നോക്കുന്നു. ശരിയാണ് മണിക്കുട്ടി, 2 തെറ്റായ ഉത്തരം നമുക്ക് മായ്ച്ചു കളയാം. ഇവിടെ ഇതാ 8-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ, ദാറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇവിടെ ഇതാ 7-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യ 15,687, അതും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 2 എണ്ണത്തിലേതോ ഒന്നാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് തിരിച്ചറിയാം. അതിനു മുമ്പ് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. 184 കുട്ടികൾ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളുടെ നോട്ട് ബുക്കിൽ ആദ്യമായിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. പെർഫെക്റ്റ് സ്ക്വയറിൽ അവസാനിക്കാത്ത ആ 4 ഡിജിറ്റ്സ് ചുവന്ന മഷി കൊണ്ടാണ് എഴുതിയേക്കുക. എ നമ്പർ എൻഡിങ് ഇൻ 2, 3, 7, 8 is not a perfect square. 2-ലും 3-ലും 7-ലും 8-ലും അവസാനിക്കുന്ന സംഖ്യകൾ പൂർണ്ണവർഗങ്ങളായിരിക്കില്ല. നിങ്ങൾ അതിപ്പം തെളിയിച്ചു കഴിഞ്ഞു. അതാണ് നിങ്ങൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കേണ്ടത്. ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതും, നിങ്ങളത് വിശദമായിട്ട് എഴുതുക. ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ വിശദമായിട്ട് നോട്ട് എഴുതി തരും. A number ending in 2, 3, 7 and 8 is not a perfect square. അതൊരു പൂർണ്ണവർഗ സംഖ്യ ആയിരിക്കില്ല. ഇനിയാണ് ഓരോന്ന് പഠിക്കുന്നത്. ഒരെളുപ്പമുണ്ട്. 5-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിന്റെ പ്രത്യേകത നോക്കാം. ഏതൊരു സംഖ്യ 5-ൽ അവസാനിക്കുന്നു അതിന്റെ സ്ക്വയർ നിങ്ങൾ കണ്ടു നോക്കൂ. ആ സ്ക്വയർ 25-ലാണ് എൻഡ് ചെയ്യുക. നിങ്ങൾ 15-ന്റെ സ്ക്വയർ നോക്കൂ. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ആദ്യം കാണുന്ന 1-നെ 2 കൊണ്ടങ്ങ് ഗുണിക്കുക. 1, 2, 2, അവസാനം 25. നിങ്ങൾ 25-ന്റെ സ്ക്വയർ നോക്കൂ. ആ 25-ന്റെ സ്ക്വയറില് ആദ്യം കാണുന്ന 2-നെ തൊട്ടടുത്ത 3 കൊണ്ടൊരു ഗുണനം. അപ്പോൾ നിങ്ങൾക്ക് 3, 2, 6 കിട്ടുന്നു. അവസാനം 25. നിങ്ങൾ 45-ന്റെ സ്ക്വയർ നോക്കൂ. 4-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 20, അവസാനം 25. നിങ്ങൾ 9,995-ന്റെ സ്ക്വയർ നോക്കൂ. എത്ര എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റും. ആദ്യം കാണുന്ന 999 അതിന്റെ തൊട്ടടുത്ത സംഖ്യയാണ് 1000. ഒരു സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ അവസാനം 3 0 ഇട്ട് കൊടുക്കലാണ്. അവസാനം 25. അപ്പോൾ 5-ന്റെ കാര്യത്തിൽ തീരുമാനമായി. A number ending in 5, its square will be ending in 25. കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ USSന്റെ ഗൈഡ് തയ്യാറായിട്ടുണ്ട്. പല സ്കൂളുകളിലും ഞാൻ അത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്.
ഈ ഗൈഡ് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് ഇപ്പൊ ഇറങ്ങിയത്. പുതിയ സിലബസ് അനുസരിച്ചാണ് നമ്മളത് തയ്യാറാക്കിയത്. ഞാൻ അതിന്റെ കോപ്പി സ്കൂളുകളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കുട്ടികൾക്ക്, ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ USSന്റെ ഈ ഗൈഡ് നമ്മൾ എന്താണോ ക്ലാസ്സിൽ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെയാണ് തയ്യാറാക്കിയത്. സയൻസ് ആയാലും സോഷ്യൽ ആയാലും എല്ലാം പുതിയ സിലബസ് അനുസരിച്ചാണ്, ഒറ്റ പുസ്തകത്തിലാണ് ഇത് ഉള്ളത്. താല്പര്യമുള്ള കുട്ടികൾക്ക് എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ പോസ്റ്റലായിട്ടോ കൊറിയറായിട്ടോ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്പർ പറയുന്നു 8686171729. ഇതിനകം വാങ്ങാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, അവർക്ക് ഇത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. ആർക്കെങ്കിലും വേണോ? വേണ്ടെങ്കിൽ തൃശ്ശൂര് ചേർപ്പിലേക്ക് 40 പുസ്തകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ചേർപ്പിലേക്കുള്ള 40 പുസ്തകം ഇന്ന് തന്നെ ഇവിടുന്ന് പാർസൽ ചെയ്യുന്നുണ്ട്. ശരി, വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് വേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. മൈക്കോണ്. ഹലോ, പോയോ എല്ലാരും? സാറേ സെന്റ് ജോസഫിൽ കിട്ടി. സെന്റ് ജോസഫ് ബോയ്സിൽ കിട്ടി. പിന്നെ എങ്ങനെയുണ്ട് സെന്റ് ജോസഫ് ബോയ്സിലെ കുട്ടി? പുസ്തകം നോക്കിയിട്ട് എന്തെങ്കിലും ക്ലിയർ ആകുന്നുണ്ടോ? നന്നോ? ഗൈഡ് നോക്കിയോ? ഇതിനാ കിട്ടിയവര്? നോക്കി. എങ്ങനെയുണ്ട്? നല്ല ഗൈഡ് അല്ലേ? അതിന്റെ പേപ്പർ ക്വാളിറ്റി, അതിലെ കണ്ടന്റ് ഒക്കെ നല്ലതല്ലേ? ശരി. എന്താണോ ക്ലാസ്സിൽ എടുക്കുന്നത് അതിനനുസരിച്ചാണ് കണക്കുകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ശരി. അപ്പൊ നിങ്ങള് 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എ നമ്പർ എൻഡിങ് ഇൻ 5, its square will be ending in 25. Moreover, അവിടെ വേറൊരു പ്രത്യേകത കാണാം. Moreover, the 100th place of that square will be 2, 6 or 0. അതായത് a number ending in 5, its square will be ending in 25. Moreover, 100th place, 100ാം സ്ഥാനത്തെ അക്കം 0, 2, 6 ആയിരിക്കും. ആ കാര്യമാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. മുഹമ്മദ് റഷാൻ ആ 5ന്റെ കാര്യത്തിലുള്ള തീരുമാനം ഒന്ന് അറിയിക്കും. ഓക്കെ സാർ, നമ്മൾ 5നെ ഏത് സംഖ്യയുടെ അവസാനം 5 വന്നിട്ട് അതിന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ അതിന്റെ ആദ്യത്തെ നമ്പർ നമ്മൾ അതിന്റെ തൊട്ടടുത്ത വരുന്ന n ആണെങ്കിൽ n+1 മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ആ പ്രൊഡക്റ്റ് ആദ്യം വേണ്ടിയിട്ട് 5ന്റെ സ്ക്വയർ 25 ആണെന്ന് നമുക്കറിയാം. ആ പ്രൊഡക്റ്റും പിന്നെ നേരത്തെ 25 എഴുതിയാൽ നമുക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും. അപ്പോ 5ൽ അവസാനിക്കുന്നത് 25ൽ അവസാനിക്കുന്നു. അതിന്റെ 100ാം സ്ഥാനത്ത് 0, 2, 6 വരുന്നു. അപ്പൊ നിങ്ങൾ 5ൽ അവസാനിക്കുന്ന ഒരു സ്ക്വയർ നോക്കിയിട്ട് ആദ്യം അത് തീരുമാനിക്കുക. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറയുന്നു 1025. ഇതൊരു പൂർണ്ണവർഗമല്ലേ, പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ നിങ്ങൾ എന്നോട് പറയൂ, മാഷെ 25ൽ അവസാനിക്കുന്നില്ലേ, 100ാം സ്ഥാനത്ത് 0 വരുന്നില്ലേ? ഞാൻ പറഞ്ഞത് സാധ്യതയുണ്ട് എന്നാണ്. സാധ്യതയുണ്ട്, പക്ഷേ പിന്നെ വേറെ അവസാനം വേറൊരു ചെക്കിങ് കൂടി നടത്തിയിട്ടാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം സംഖ്യകളൊന്നും പെർഫെക്റ്റ് സ്ക്വയർ അല്ല, പക്ഷേ സാധ്യതയുണ്ട് എന്ന് പറയും. അതേപോലെ ഇതിനൊക്കെ സാധ്യതയുണ്ട്. 5ന്റെ അവസാനിക്കുന്നത് 25ൽ അവസാനിക്കുന്നു. 100ാം സ്ഥാനത്ത് 0, 2, 6 വരണം. അതും വന്നതും പെർഫെക്റ്റ് സ്ക്വയർ ആകണം നിർബന്ധമൊന്നുമില്ല. അതിന് വേറെ കണ്ടീഷൻ, അത് നമുക്ക് അവസാനം പറയും. അപ്പൊ 5ന്റെ കാര്യത്തിൽ തീരുമാനമായി. പിന്നെ നിങ്ങൾക്ക്
എളുപ്പം കഴിയുന്ന അടുത്ത ആളെ നോക്കാം. അതെന്താണ്? 0-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയറിന്റെ പ്രത്യേകത. അതാണ് അടുത്ത എഴുതി. നേരത്തെ 5 എഴുതി, ഇനി 0-ലേക്ക് കിടക്കുകയാണ്. 10 സ്ക്വയർ 100, 20 സ്ക്വയർ 400, 40 സ്ക്വയർ 1600. അപ്പോൾ 0-ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ അവസാനം ഇരട്ട പൂജ്യങ്ങളായിരിക്കും. ഈവൻ സീറോസ്. ഈവൻ സീറോസ് ഉണ്ടെങ്കിൽ സാധ്യതയുണ്ട്. അപ്പൊ എന്റെ ചോദ്യം, 200-ലും ഈവൻ സീറോസ് ആണല്ലോ, 200 പൂർണ്ണവർഗം അല്ലല്ലോ. അപ്പൊ ഈവൻ സീറോസുള്ള എല്ലാം പൂർണ്ണവർഗം ആണെന്നില്ല. അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ അതും ഒരു പൂർണ്ണവർഗമാണ്. ഇവിടെ 16 പെർഫെക്റ്റ് സ്ക്വയർ ആയതുകൊണ്ടാണ് 1600 നമ്മൾ പരിഗണിച്ചത്. ഇവിടെ 4 ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്, 4 സ്ക്വയർ നമ്പറാണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് 400 പരിഗണിച്ചത്. ഇവിടെ 900 എന്ന സംഖ്യ പൂർണ്ണവർഗ സംഖ്യയാണ്. അവിടെ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്ടാണ് ഈ 2 പൂജ്യങ്ങളിലെ നമ്മൾ കണക്കാക്കിയത്. അതേ സമയത്ത് 9000 എന്ന സംഖ്യ അത് പൂർണ്ണവർഗമല്ല. നിങ്ങൾ ഉറക്കെ മറുപടി പറയണം, എന്തുകൊണ്ട് ആ 9000 എന്ന സംഖ്യ പൂർണ്ണവർഗമല്ല എന്ന്. ഇരട്ട പൂജ്യമല്ല. ഇരട്ട പൂജ്യമല്ല, ഓഡ് സീറോസ്. അപ്പോൾ 0-ന്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമുക്ക് മറ്റു 2 സംഖ്യകളൊക്കെ ജോഡികളായിട്ട് എഴുതാം. ഈ ഡിജിറ്റ്സിലെ ചില ജോഡികളുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. 1-ന് പറ്റിയ ആളാണ് 9. 1-ഉം 9-ഉം ഒരു കൂട്ടത്തിലാണ് എഴുതിയേക്കുക. വേണമെങ്കിൽ നമുക്കൊന്നുകൂടി അടുപ്പിച്ച് എഴുതിയാൽ എല്ലാം ഒരു വരിയിലാണ് പോകുന്നു. 1-നെയും 9-നെയും ഒരു പട്ടികയിൽ പെടുത്തുന്നു. അപ്പൊ 2-നെയും 8-നെയും നമുക്കൊരു പട്ടികയിൽ പെടുത്താം. അപ്പോൾ നിങ്ങൾ പറ, 3-നെയും 6-നെയും ഒരു പട്ടികയിൽ പെടുത്താം. 4-നെയും പട്ടികയിൽ 5 നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. 5 നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 1, 2, 3, 4, 5 പറഞ്ഞു കഴിഞ്ഞു. 6 ഇതോടെ, 7 ഇതോടെ, 8 ഇതോടെ, 9 ഇതോടെ. 0-ൽ അവസാനിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. 5 0 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 5-ഉം 0-വും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവരെ പറ്റി എന്താ പറയാനുള്ള നോക്കാം. നിങ്ങൾ അറിയില്ല, 1-ന്റെ സ്ക്വയർ 1 ആണ്. 11-ന്റെ സ്ക്വയർ 121 ആണ്. 21-ന്റെ സ്ക്വയർ 441 ആണ്. 31-ന്റെ സ്ക്വയർ 961 ആണ്. നിങ്ങൾ അറിയുമോ 9-ന്റെ സ്ക്വയർ അത് 81 ആണ്. 19-ന്റെ സ്ക്വയർ 361 ആണ്. 29-ന്റെ സ്ക്വയർ 841 ആണ്. ഇവിടെ നിങ്ങൾക്കൊരു പ്രത്യേകത കാണാം. 1-ലും 9-ലും അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം 1-ൽ തന്നെ അവസാനിക്കുന്നു. 1-ലും 9-ലും അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം സ്ക്വയർ 1-ൽ അവസാനിക്കുന്നു. കൂടാതെ ആ കൂടാതെ എന്ന് പറഞ്ഞ സാധനത്തിന് നിങ്ങൾ മറുപടി പറയണം. കൂടാതെ എന്ന് പറഞ്ഞാൽ
അടുത്തത് എന്താണെന്ന് നിങ്ങൾ മറുപടി പറയണം. ഞാൻ അവിടെ ഒരു സൂചന തരാം. സൂചന ഇതാണ്. സൂചന ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇതാണ്, 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 ഇതാണ്. എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്? അതിന്റെ ടെൻസിന്റെ ഡിഫറൻസ് ഈവൻ ഡിജിറ്റ്സ് ആയിരിക്കും. 0 എന്നല്ല, ഈവൻ ഡിജിറ്റ്സ് ആയിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. 1ലും 9ലും അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം 1ൽ തന്നെ അവസാനിക്കുന്നു. കൂടാതെ 10ാം സ്ഥാനത്ത് ഈവൻ ഡിജിറ്റ്സ് ആയിരിക്കും. ഞാൻ തന്ന ആ ഗൈഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ന്റെയും 9ന്റെയും തീരുമാനമായി. 2ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, 8ന്റെ സ്ക്വയർ 64, 12ന്റെ സ്ക്വയർ 144, 22ന്റെ സ്ക്വയർ 484, 22ന്റെ സ്ക്വയർ എഴുതി. ഇനി നമുക്ക് അടുത്തത് 22ന്റെ സ്ക്വയർ എഴുതി. ഇനി നമുക്ക് 18ന്റെ സ്ക്വയർ എഴുതി നോക്കാം. 18ന്റെ സ്ക്വയർ 324. 28ന്റെ സ്ക്വയർ എഴുതി വെക്കാം 784. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? 2ലും 8ലും അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം 4ൽ അവസാനിക്കുന്നു. കൂടാതെ അതിന്റെയും 10ാം സ്ഥാനത്ത് ഇരട്ട അക്കങ്ങളാണ്, ഈവൻ ഡിജിറ്റ്സ് ആണ്. അപ്പൊ ഇന്ന് ഇത് രണ്ടുമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. 9ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരും. 9ാം തീയതി NMMSയുടെ പരീക്ഷയാണ്. ആ എക്സാം കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയി. അതിന് LSSന്റെയും USSന്റെയും കുട്ടികൾക്കുള്ള ക്ലാസ് ആ സമയങ്ങളിൽ നടക്കും. ഇവിടെ ന്യൂമാത്സിന്റെ കുട്ടികൾ ഇത് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം. ന്യൂമാത്സിന് സബ് ജില്ലാ തലത്തിലുള്ള മത്സരം എന്നാണെന്ന് അറിയിക്കണം. അത് കഴിഞ്ഞിട്ട് ആ സബ് ജില്ലയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ ജില്ലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആണ് അവർക്കുള്ള ഡയറക്റ്റ് ക്ലാസ് കൊടുക്കുന്നത്. ആ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കണം. ഓർത്ത് വെക്കുക, ഇന്ന് പഠിച്ചത് കാര്യങ്ങൾ പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെത്തുന്നതിനുള്ള മാർഗങ്ങളാണ്. അതില് ഇപ്പോ 2, 1, 9, 2, 8 പറഞ്ഞിരിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ചോദ്യം തരികയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ യൂട്യൂബിൽ ഈ ക്ലാസ് വരുമ്പോൾ അറിയിക്കേണ്ടതാണ്. ചോദ്യം ഇതാണ്, പിടിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഒരു ചോദ്യമാണ് തരുന്നത്. ഹോംവർക്കാണ്. ഇപ്പൊ ആരും ആൻസർ ചെയ്യണ്ട. 1നെ 2 കൊണ്ട് ഗുണിച്ചു, 2നെ 3 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, 5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു, 6 കൊണ്ട് ഗുണിച്ചു, 7 കൊണ്ട് ഗുണിച്ചു, 8 കൊണ്ട് ഗുണിച്ചു, 9 കൊണ്ട് ഗുണിച്ചു, 10 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റ് എത്രയാണെന്ന് ഞാൻ ചോദിക്കില്ല. അതൊരു വലിയ സംഖ്യയാണ്. ആ ഒരു വലിയ സംഖ്യയെ വീണ്ടും ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് അതൊരു പൂർണ്ണവർഗ സംഖ്യ ആവുക? ഓപ്ഷൻസ് ആർ 2, 3, 5, 7. 1 മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ പ്രൊഡക്റ്റിനെ വീണ്ടും ഇതിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് ഇറ്റ് വിൽ ബി എ പെർഫെക്റ്റ് സ്ക്വയർ? ആ ചോദ്യത്തിന്റെ ചർച്ചയാണ് അടുത്ത ക്ലാസ്സിൽ വരിക. അടുത്ത ക്ലാസ് 9ാം തീയതിക്ക് ശേഷമാണ്. ഗ്രൂപ്പിലൂടെ അത് അറിയിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മക്കളെ. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം. ഓൾ ദ ബെസ്റ്റ്.